കൊടുങ്ങല്ലൂരിൽ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവദമ്പതികളുടെ മുറിയിൽ നിന്നുമാണ് 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഫ്രിഡ്ജിൽ ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, കൊടും ക്രൂരതയാണ്. എങ്ങനെയാണ് ഇത് പുറത്തു വന്നത്? മധു, പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം കണ്ടെത്തിയിട്ടുള്ളത്. തൃശൂർ കൊടുങ്ങല്ലൂരിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നുമാണ് ഈ ഫ്ളാറ്റിലുള്ള ഫ്രിഡ്ജിൽ നിന്നുമാണ് ഈ 3 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം കണ്ടെത്തിയിരിക്കുന്നത്. ചാത്തേടത്ത് പറമ്പിൽ താമസിക്കുന്ന യുവദമ്പതികളുടെ ഫ്ളാറ്റാണിത്. ഇതിൽ പോലീസ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ പോലീസ് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ യുവദമ്പതികളുടെ ഈ പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി പോലീസിന് നിലവിൽ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി താൻ 3 മാസം ഗർഭിണിയായിരുന്നുവെന്നും അതിനെ തുടർന്ന് കഴിഞ്ഞ 20-ാം തീയതി തനിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാസം തികയാതെ പ്രസവിക്കുകയും ചെയ്തു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. താൻ നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, താൻ നേഴ്സാണ്, അതുകൊണ്ട് തന്നെ ഭ്രൂണം സ്വയം വേർപെടുത്തി എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. പോലീസ് ഇരുവരെയും ഈ യുവദമ്പതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചത്തേടത്ത് പറമ്പ്, കൊടുങ്ങല്ലൂർ ചത്തേടത്ത് പറമ്പിലുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് ഈ ഫ്രിഡ്ജിൽ ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന നിലയിൽ ഇത്തരത്തിൽ 3 മാസം പ്രായമുള്ള ഭ്രൂണം കണ്ടെത്തുന്നത്. ഏതായാലും രഹസ്യ വിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് തന്നെ വലിയ ഘടകവിരുദ്ധതയുണ്ട്. 3 മാസം പ്രായമായ കുഞ്ഞാണ്. സ്വാഭാവികമായും അത് ജനിച്ച ഉടനെയുള്ള മരണമല്ല. അങ്ങനെയാണ് എങ്കിൽ പോലും ആശുപത്രിയിലേക്ക് പോലും ആ കുഞ്ഞിനെ എത്തിക്കുന്നില്ല എന്നുള്ളതും കൂടിയുണ്ട്. തീർച്ചയായും ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഭ്രൂണം കളയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് താനിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്നാണ്. അതായത് 3 മാസം മാത്രമാണ് തനിക്ക് ഈ ഗർഭിണിയായിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ എന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ പെൺകുട്ടിയെ നിലവിൽ ഇവരുടെ മൊഴി പ്രാഥമികമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. നിതിൻ, ഇത് ജനിച്ചു 3 മാസം പ്രായമുള്ള കുഞ്ഞാണോ അതോ ഭ്രൂണാവസ്ഥയിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞാണോ? എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഭ്രൂണാവസ്ഥയിൽ 3 മാസം പ്രായമുള്ള, അതായത് താൻ ഗർഭിണിയായിട്ട് 3 മാസമായി എന്നാണ് ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് പോലീസ് പറയുന്നതനുസരിച്ച് 3 മാസം പ്രായമുള്ള ഭ്രൂണമാണ്. ഇത് ജനിച്ചിട്ട് 3 മാസമായ കുട്ടിയല്ല, 3 മാസം പ്രായമായ ഭ്രൂണമാണ് ഈ ഇത്തരത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അതൊരു സർജറിയിലൂടെ അല്ലാതെ എങ്ങനെയാണ് നിതിൻ പുറത്തെടുക്കാൻ കഴിയുക? തീർച്ചയായും അത് തന്നെയാണ് പോലീസും ഇപ്പോൾ പ്രാഥമികമായി ഈ മൊഴി വിശ്വസിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം. ഈ 3 മാസം മാത്രം പ്രായമുള്ള ഒരു ഭ്രൂണം വയറുവേദനയെ തുടർന്ന് താൻ സ്വയം പുറത്തെടുത്തു, മാസം തികയാതെ 3 മാസമായ ഈ ഭ്രൂണം മാസം തികയാതെ പ്രസവിച്ചു എന്നത് തന്നെ പോലീസ് പ്രാഥമികമായി വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇരുവരെയും ഒരുമിച്ചിരുത്തിയും ഈ പെൺകുട്ടിയെ മാത്രവും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും ഇവരുടെ കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് നിലവിൽ പോലീസ് പോയിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുക മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പോലീസ് സംഘം ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 3 മാസം പ്രായമായ ഭ്രൂണമാണ് ഇപ്പോൾ തൃശൂർ കൊടുങ്ങല്ലൂർ ചത്തേടത്ത് പറമ്പിലുള്ള യുവദമ്പതികളുടെ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും ഒരു ഭ്രൂണം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ ഘടകവിരുദ്ധതയുണ്ട്. 3 മാസം പ്രായമുള്ളൊരു ഭ്രൂണം അത് ഒരിക്കലും ഒരു സർജറിയിലൂടെ അല്ലാതെ പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. എന്താണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് അപ്പോൾ തിരികെ വരികയും ചെയ്യാം.